ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്യേണ്ടതാണ്, ഇത്തിരി നേരം വൈകിപ്പോയി. ഇന്ന് ഞങ്ങളുടെ ഏണസ്റ്റിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ചും ബർത്ത്ഡേ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തലേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ കുഞ്ഞച്ചനും ട്രീസാൻ്റെയും കുര്യപ്പനും അനൂപേട്ടനും യുവാനും എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ ബലൂൺ വീർപ്പിക്കാനായിട്ട്. അപ്പോൾ തലേ ദിവസം ഒരു മേളം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പില്ലർ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അത് നമുക്ക് വഴിയെ കാണാം. പിന്നെ ഇതിപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇങ്ങനെ കിഴി പോലെ നമ്മൾ മിഠായികളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഞങ്ങളത് കാറിൽ കയറ്റി ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് പാർട്ടി ഹോളുള്ളത്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത് മാട്ടൻ ചേട്ടനും മജുവേട്ടനാണ്. അപ്പോൾ അവരുടെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. പാർട്ടി ഹോളിൻ്റെ ടൈമിങ് 1 മണിക്ക് തൊട്ടിട്ടാണ് ഞങ്ങൾക്ക് ടൈം സ്ലോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാലത്ത് തന്നെയാണ് ഞങ്ങൾ അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ പില്ലറൊക്കെ കാറിലൊക്കെ നിറച്ച് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യേണ്ട ഐറ്റംസുകളെല്ലാം എടുത്ത് കാറിൽ കയറ്റി അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യേണ്ട പാർട്ടി ഹോളുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബലൂൺ പില്ലറുമായിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോളിലോട്ട് പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പാർട്ടി ഹോള്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബാനർ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ശേഷം പില്ലർ സെറ്റ് ചെയ്ത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ എത്തിയിട്ടുള്ളത് മാട്ടൻ ചേട്ടനും മജുവേട്ടനാണ്. അങ്ങനെ ഫസ്റ്റ് പില്ലർ വെച്ചപ്പോൾ അതിന് ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് ബാക്കി ബലൂണൊക്കെ വീർപ്പിച്ച് ഞങ്ങളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 പില്ലറും നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പുകളുള്ളിടത്തൊക്കെ നമ്മൾ ബലൂണുകളൊക്കെ വെച്ച് ഫില്ല് ചെയ്തു. അങ്ങനെ നമ്മുടെ പില്ലർ ബാനറൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി അതിൽ നമ്മൾ മേടിച്ചത് തന്നെയാണ് അങ്ങനെയുള്ള പേപ്പറിൻ്റെ ഡെക്കറേഷൻ ഐറ്റം ഉണ്ടല്ലോ, ആ ഐറ്റം മേടിച്ച് റെഡിയാക്കി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാം ബ്ലൂ തീമാണ്, ബ്ലൂ ആൻഡ് വൈറ്റ് തീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ്. പിന്നെ അതുപോലെ കേക്ക് വന്നിട്ടുള്ളത് PS5 തീമിലാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ എത്തിയിട്ടോ. ഒത്തിരി പേരുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയും ഇത്രയും ആളുകളായിട്ട് ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ എല്ലാവരും കളിയിലും വിശേഷങ്ങൾ പറയണതിൻ്റെ ഒക്കെ തിരക്കിലാണ്. അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേക്ക് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചു. അങ്ങനെ പിന്നെ തൊപ്പിയൊക്കെ എല്ലാ മക്കൾക്കും നൽകിയിട്ടോ. അങ്ങനെ എല്ലാവരുടെ തലയിലും ബർത്ത്ഡേ തൊപ്പിയൊക്കെ വെച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഏണസ്റ്റും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്തായാലും ഞങ്ങൾ ആരും മറക്കില്ല. കാരണം ഒത്തിരി നല്ല സന്തോഷം തരുന്ന ഓർമ്മകൾ ഇതിലുണ്ട്. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാകുന്നത്. എന്തായാലും ഇവർ മുതിർന്നപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴാണ് കേട്ടോ അവർക്കത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുക. ചെറുപ്പത്തിൽ ആഘോഷിക്കുമ്പോൾ അവർക്കൊരു ഐഡിയ ഇല്ലല്ലോ അതെന്താണ്. എന്തായാലും അടിപൊളിയുണ്ട്.
അങ്ങനെ നമ്മുടെ പ്രധാന ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞു. കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങ് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും മുറിച്ച് കൊടുത്തു. പിന്നെ അതുപോലെ അവിടെ ഗിഫ്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ്സും അതും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് നേരെയായിട്ട് ഇരുത്തിയിരിക്കണം കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പ്ലാൻ ചെയ്തതൊന്നുമല്ല, എന്നാലും ഓൺ ദ സ്പോട്ട് പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്കതൊക്കെ കണ്ടാസ്വദിക്കാം. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞ പോലെ ഏണസ്റ്റിനെ എല്ലാവരും സ്നോ കൊണ്ട് മൂടിയിട്ടോ. അങ്ങനെ നമ്മുടെ ഓൺ ദ സ്പോട്ട് പരിപാടികൾ ആരംഭിക്കുകയാണ് കേട്ടോ. അതിന് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ റേച്ചലാണ്. അവളാണ് ആങ്കർ ചെയ്ത് എല്ലാം സെറ്റപ്പാക്കി വരുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ചക്കയുടെയും കുഞ്ഞാറ്റയുടെയും ഡാൻസാണ്. അപ്പോൾ നമുക്ക് കാണാം. അടിപൊളി ഡാൻസാണ് കേട്ടോ.
അങ്ങനെ ചക്കയുടെയും കുഞ്ഞാറ്റയുടെയും ദിയക്കുട്ടിയുടെയും ഉണ്ണിക്കുട്ടൻ്റെയും ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് അതുപോലെ നമ്മുടെ റസ്ലയുടെയും സുജിത്തേട്ടൻ്റെയും വൈഫിൻ്റെയൊക്കെ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവം അടിപൊളിയായി. ഓൺ ദ സ്പോട്ട് പരിപാടികളായിരുന്നു. സംഭവം അടിപൊളിയായി. പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറിയ ശബ്ദബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം മക്കൾ അവിടെയൊക്കെ നല്ല കളിയായിരുന്നു. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അവസാന കൊട്ടിക്കലാശം എന്ന പോലെ ഇവരെല്ലാവരും ബലൂൺ പൊട്ടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മത്സരിച്ചാണ് ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഏണസ്റ്റിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന്. കാരണം വളരെ ചെറുപ്പത്തിൽ 1 വയസ്സുള്ളപ്പോൾ ആഘോഷിച്ചതാണ്. പിന്നെ നമ്മളങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ആഘോഷിച്ചപ്പോൾ അവനും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ബിഗ് ഫാമിലി എന്ന് പറയാം. അപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.